ദീർഘകാലമായിട്ട് അവിടെ വന്നിട്ടുള്ള അഴിമതികളുടെ കേരളം കണ്ടാൽ ഞെട്ടുന്ന അറയ്ക്കുന്ന അഴിമതികൾ എന്തുകൊണ്ട് നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് നല്ല ഉദ്യോഗസ്ഥരോട് എത്തുന്നില്ല? നല്ല ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് ഓടിച്ച് പുറത്താക്കുന്നു? അവരെന്തുകൊണ്ട് നിർജീവമാക്കുന്നു? ഈ വക കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ആദിവാസികൾ ഇല്ലാതാവുന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അത് കണ്ടു നിൽക്കുന്ന ഒരു ജനതയാവുന്നതും ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്, മടങ്ങിയെത്താം താങ്കളിലേക്ക്. ഡോക്ടർ ബി ഇക്ബാൽ, ഇവിടെ പല തരത്തിലുള്ള വീക്ഷണകോണുകൾ വന്നു കഴിഞ്ഞു അട്ടപ്പാടിയെ സംബന്ധിച്ച്. താങ്കൾ അട്ടപ്പാടി സന്ദർശിച്ചതാണ്. കഴിഞ്ഞ വർഷം അട്ടപ്പാടിയിൽ ശിശുഹത്യ ആരംഭിച്ച സന്ദർഭത്തിൽ എന്ത് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് അവിടെ കുട്ടികൾ മരിക്കുന്നത്? കേവലം ദാരിദ്ര്യമോ പോഷകാഹാരക്കുറവോ മാത്രമാണോ ഈ ശിശുഹത്യകൾക്ക് കാരണം? അല്ല, അവിടെ ഞങ്ങൾ 6 ഡോക്ടർമാരുടെ ഒരു സംഘം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ പാക്കേജ് പ്രഖ്യാപിച്ചു, കേന്ദ്ര സർക്കാർ പാക്കേജ് പ്രഖ്യാപിച്ചു. പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തനക്ഷമമാകുന്നില്ല എന്നതിന്റെ സൂചനയാണ് വർദ്ധിച്ചു വരുന്ന ശിശുമരണ നിരക്ക് സൂചിപ്പിക്കുന്നത്. അവിടെ അടിസ്ഥാനപരമായി നമുക്കറിയാം ഒത്തിരി കാരണങ്ങളുണ്ട്. പ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരു ജനസമൂഹമാണ് ആദിവാസികൾ കേരളത്തിൽ. അവരുടെ ഭൂമി മുഴുവൻ നമ്മൾ പിടിച്ചെടുത്തു. അതിന് പകരം കൃഷിക്കുള്ള സൗകര്യങ്ങൾ ചെയ്തില്ല. അവരെ പോഷകമൂല്യമുള്ള ആഹാരം കഴിച്ച് ജീവിച്ചവരായിരുന്നു. അത് അവരിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തീർച്ചയായിട്ടും ആഹാരം കഴിക്കാൻ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ ജനിക്കുന്ന കുട്ടികളുടെ ശിശുമരണ നിരക്കാണ് നമ്മൾ പറയുന്നത്. അവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 4-5 ഗ്രാം മാത്രം ഹീമോഗ്ലോബിൻ, അത്രയധികം ശരീരത്തിലെ രക്തം കുറഞ്ഞ സ്ത്രീകളെയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. 1-2 തവണ ഗർഭചിത്രം ഉണ്ടായവരാണ് അവിടെയുള്ള സ്ത്രീകൾ കൂടുതലായ ആളുകൾ. ഇനി ഇപ്പൊ ജീവിക്കുന്ന കുട്ടികളെടുത്ത് തന്നെ അവർ വളർച്ച മുരടിച്ചവരാണ്. അപ്പൊ അവരെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു വികസന പരിപ്രേക്ഷ്യം നടപ്പാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് അവിടെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഏറ്റവും രസകരമായ കാര്യം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി വകുപ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഓരോ വകുപ്പിനും അവരുടേതായ വികസന പദ്ധതികളുണ്ട്. പട്ടികവർഗ ക്ഷേമ വകുപ്പുണ്ട്, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പുണ്ട്, സാമൂഹ്യ നീതി വകുപ്പുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട്. ഇവയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട MP രാജേഷ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു ഊർജ്ജസ്വലനായ ഒരു IAS ഓഫീസറെ ഈ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നിയമിക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം. അത് നടപ്പിലാക്കിയില്ല. അതിന്റെ ഫലമായിട്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഒന്ന് നിരീക്ഷിച്ച് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സംവിധാനവും ഇല്ലെന്ന് നമുക്ക് കാണാൻ കഴിയും. റൈറ്റ്, ഡോക്ടർ ബി ഇക്ബാൽ, മടങ്ങിയെത്താം താങ്കളിലേക്ക്. N. ഷംസുദ്ദീൻ MLA, ഇവിടെ കാര്യങ്ങളുടെ ഏറെക്കുറെ ഒരു നഖചിത്രം ലഭ്യമാണ്. കാരണം കൃത്യമായ ഏകോപനമില്ലാത്ത പ്രവർത്തനങ്ങളാണ് അട്ടപ്പാടിയിലെ മിക്ക പാക്കേജുകളും പദ്ധതികളും അട്ടിമറിക്കപ്പെടുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു. പക്ഷേ താങ്കൾ ഇപ്പോഴും സംസ്ഥാന സർക്കാർ എന്തൊക്കെയോ ചെയ്തു, അതെല്ലാം ചെയ്തതിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചു എന്ന് സർക്കാരിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് അവിടെയുള്ള ഏതൊരു ഉദ്യോഗസ്ഥനേക്കാളും ഏതൊരു ബ്യൂറോക്രാറ്റിനേക്കാളും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വവും അധികാരവും ഉള്ള ആളാണ് താങ്കൾ ഒരു MLA എന്ന നിലയിൽ. പക്ഷേ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഏകോപനമില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള രേഖകൾ വ്യക്തമാക്കുന്നുവെന്ന് MP രാജേഷ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഏകോപനമില്ലായ്മ ദൃശ്യമായിരിക്കെ ഇത്രയും ശിശുഹത്യകൾ ഉണ്ടാക്കുന്ന ഒരു മാനവിക പ്രശ്നത്തിൻ്റെ ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിനുള്ള ചൂണ്ടുവിരൽ താങ്കളിലേക്ക് കൂടി നീളുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. താങ്കൾ ഇങ്ങനെ പറഞ്ഞത് നന്നായി. ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് മുഴുമിക്കാനും എന്റെ വാദമുഖങ്ങൾ കേൾക്കാനും കൂടിയുള്ള സാവകാശം നിങ്ങൾ എനിക്ക് തരണം. ഈ ചർച്ച അവതാരകന്റെ നിങ്ങളുടെ ആ പ്രയോഗം തന്നെ ചർച്ച അവതാരകന്റെ ഒരു മനസ്സിലിരിപ്പ് അതിൽ വ്യക്തമാണ്. ഞാൻ പറയട്ടെ, ഞാൻ അട്ടപ്പാടിയിലെ മൊത്തം വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ നമുക്ക് ഈ ചർച്ചയുടെ ഒരു സമയം പോരാ. ഇപ്പൊ ഇക്ബാൽ ഡോക്ടർ പറഞ്ഞതും ഉഷച്ചേച്ചി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അത് പൊതുവിലുള്ള ആദിവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ നമുക്കറിയാം, ഈ വിഷയം ഉണ്ടായപ്പോ സംസ്ഥാന ഗവൺമെന്റ് ചെയ്ത കാര്യം പിന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയണോ? അതാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റേത് ഗവൺമെന്റുകൾ ചെയ്തതിനേക്കാൾ, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തില്ലാത്ത 300 പുതിയ തസ്തികകളിൽ ഈ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും നിയമനം നടത്തി 300 ആളുകളെ. പുതിയ ഒരുപാട് പദ്ധതികളുണ്ടായി. ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന പദ്ധതി ഉണ്ടായി. ഗർഭിണികൾക്ക് ഗർഭധാരണ കാലത്തും പ്രസവിച്ചതിന് ശേഷം പണം കൊടുക്കുന്ന പദ്ധതി ഉണ്ടായി. ജനനി ജന്മരക്ഷ. ഇവിടെ സൂചിപ്പിച്ച പോലെ കേന്ദ്ര പദ്ധതി ഇന്ദിര മാതൃത്വ സഹയോഗ യോജന പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിൽ മാത്രം കേരളത്തിൽ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇത് ഏകോപിപ്പിക്കുന്നതിൽ എല്ലാ ഉദ്യോഗസ്ഥരെയും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട അർത്ഥമില്ല. ചില ആളുകളെടുത്ത് വീഴ്ച വന്നിട്ടുണ്ട്.
ആ വന്നവരെ അത് പരിശോധിക്കണം എന്ന് കരുതി ഇതെല്ലാം ഒന്നും ചെയ്യുന്നില്ല, സർക്കാർ ഒന്നും നടത്തിയില്ല. എൻ ഷംസുദ്ദീൻ, അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നില്ല. പദ്ധതികൾ ധാരാളമുണ്ട്, ഫണ്ട് ധാരാളമുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ പദ്ധതികളെ ഏകോപിപ്പിക്കുന്ന ഒരു സിംഗിൾ പോയിന്റ്, ഒരു നോഡൽ ഓഫീസർ, അത് സംസ്ഥാന സർക്കാർ മുമ്പ് പ്രഖ്യാപിച്ചതാണ്, പലരും ആവശ്യപ്പെട്ടതാണ്. അത് നടപ്പായില്ല എന്നാണ് എം പി രാജേഷും ഡോക്ടർ ബി ഇക്ബാലും പി ഉഷയും ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോ ഒരു നോഡൽ ഓഫീസർ ഉണ്ട്, അയാൾ പരാജയമാണ് എന്ന് നിങ്ങളുടെ വിലയിരുത്തലിനോട് ഞാൻ യോജിക്കുന്നു. ആ നോഡൽ ഓഫീസറെ മാറ്റണം. ഞാൻ ഇതിനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി പുതിയൊരു IAS ഓഫീസറെ കിട്ടിയില്ലെങ്കിൽ ഒറ്റപ്പാലത്തൊരു ചെറുപ്പക്കാരനായ സബ് കളക്ടർ ഉണ്ട്, ആഴ്ചയിൽ 3 ദിവസം അട്ടപ്പാടിയിൽ വന്നിരിക്കണം, അദ്ദേഹത്തിന് ഇതിന്റെ ചാർജ് കൊടുക്കണം, ഇതിന്റെ ഏകോപനം കൊടുക്കണം എന്നുള്ളത് ഞാനും ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് ഗവൺമെന്റ് നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങൾ ഞാനിപ്പോ വരുന്നത് അട്ടപ്പാടിയിൽ നിന്നാണ്. ഞങ്ങളൊക്കെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് എല്ലാ ആശുപത്രികളിലും പോയി. ഒരു ആശുപത്രിയിൽ ചെന്നപ്പോ എന്താ സ്ഥിതി? ചിത്ര എന്ന് പറയുന്ന വെള്ളകുളം ഊരിലെ ഒരു ആദിവാസി യുവതി, അവര് ഹൈ റിസ്ക് കേസാണ്. ഗവൺമെന്റ് ഡോക്ടർമാരെ മുഴുവൻ പറയുന്നത് ഇവരോട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന്. ഈ സ്ത്രീ ഒരു കാരണവശാലും പോയില്ല. ഇത് ഡോക്ടർമാരെ എന്ത് ചെയ്യാൻ കഴിയും? പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയോ? ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ കൂടെ 2 ആരോഗ്യ പ്രവർത്തകരെ നിശ്ചയിച്ച് ആംബുലൻസ് വെച്ച് ഇപ്പൊ ആ സ്ത്രീയെ എഴുതി വെച്ചോ, വെള്ളകുളം ഊരിലെ ചിത്ര 11നും 20നും ഇടയിൽ പ്രസവം പ്രതീക്ഷിക്കുന്ന EDC എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി പ്രതീക്ഷിക്കുന്ന ഒരു സഹോദരിയാണ്. അവർ പോകുന്നില്ല. പക്ഷെ അവരിപ്പോ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞയച്ചു. അങ്ങനെയുള്ള വർക്കുകളിൽ ഗവൺമെന്റ് ഉണ്ടാക്കിയ സംവിധാനത്തോടൊപ്പം നിന്ന് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഇന്നത്തെ ഒരു പ്രവർത്തനമാണ് പറഞ്ഞത്. ഇതുപോലെ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ പോരായ്മകളുണ്ട്. ഞാൻ പറയാം, ഇപ്പോ ഈ ഉണ്ടായിട്ടുള്ള ശിശു മരണങ്ങളെയൊക്കെ നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ മരിച്ച എണ്ണത്തിൽ അപകട മരണങ്ങളുണ്ട്. പോഷകാഹാരക്കുറവെന്ന് പറഞ്ഞാൽ 2 കിലോയിൽ താഴെ തൂക്കമുള്ള കുട്ടികളുടെ മരണം ഇപ്പോ സംഭവിച്ചിട്ടില്ല. 1. 2, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പിറന്നു വീണ കുട്ടികൾ 3 വയസ്സിനുള്ളിൽ മരിക്കുന്ന സ്ഥിതിയായിരുന്നു. അതിനാണ് നമ്മൾ NRC സ്ഥാപിച്ചത്, ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്റർ. 600-ൽ പരം കുട്ടികൾക്ക് ഇതിന്റെ സേവനം കിട്ടി. ഇത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തുള്ളതല്ല. ഈ ഗവൺമെന്റ് 3 NRCകൾ സ്ഥാപിച്ചു. നിങ്ങളിപ്പോ വന്ന് പരിശോധിച്ച് നോക്കൂ. അവിടെ കുട്ടിയും അമ്മയും താമസിക്കാണ്. തൂക്കമില്ലാത്ത കുട്ടിയെ ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് തൂക്കമാകുന്നത് വരെ ആ സെന്ററിൽ വെച്ച് ട്രീറ്റ് ചെയ്യാണ്. ഇങ്ങനെയുള്ള സംവിധാനം ഈ ഗവൺമെന്റ് ഏർപ്പെടുത്തിയത്. അപ്പൊ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. അല്ലാതെ ഈ ഗവൺമെന്റിനെ അന്ധമായി കുറ്റപ്പെടുത്തുന്നത് രാഷ്ട്രീയം തന്നെയാണ്. പിന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, ഈ 17 കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളത് ഒരു കുട്ടിയുടെ മരണം പോലും നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. പക്ഷെ മെഡിക്കലി ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മരണപ്പെട്ടതും അപകട മരണങ്ങളുണ്ട് ഈ കൂട്ടത്തിൽ. അപകട മരണം, അമ്മ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തുകൊണ്ട് അമ്മ ഉറങ്ങിപ്പോയി. കുട്ടി ഈ പാല് തലയുടെ നെറുകിൽ കയറി കുട്ടി മരിച്ച സംഭവങ്ങൾ 5 ഈ മരണപ്പെട്ട നിങ്ങൾ പറയുന്ന നമ്മുടെ കണക്ക് പ്രകാരം ഗവൺമെന്റ് നൽകുന്നത് 14 പേരാണ്. 14 ST കുട്ടികളാണ് ഇതിനകം ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ 1 പോലും വേദനാജനകമാണ്. പക്ഷെ ആ 14-ൽ 5 കുട്ടികൾ അപകട മരണമാണ്. മറ്റത് പൊക്കിൽ കൂടി പൊട്ടി പുറത്തു വന്നിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത കേസുകളാണ് 6. അത് ഏത് മെഡിക്കൽ സയൻസ് വിചാരിച്ചാലും അങ്ങനെ കഴിയില്ല. ഇപ്പൊ 2 ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു എൻഡോസൾഫാന്റെ വിഷയം, തലച്ചോറ് വളർച്ചയില്ലാത്ത കുട്ടികൾ. അത് മെഡിക്കലി ടെർമിനേറ്റ് ചെയ്യാനേ കഴിയൂ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു സംഗതി, സംസ്ഥാനത്ത് 1000 പ്രസവങ്ങൾ നടക്കുമ്പോ അതിൽ 12 മരണങ്ങൾ, അത് നമ്മുടെ ഏറ്റവും വലിയ ടൗണിലടക്കം 12 മരണങ്ങൾ നടക്കുന്നു എന്നാണ് കണക്ക്. അട്ടപ്പാടിയിലെ ഇതിന്റെ കണക്ക് ഇപ്പോ 20ന്റെ അടുത്താണ് നിൽക്കുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ പരിഹരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എം പി രാജേഷ്, ഇവിടെ എൻ ഷംസുദ്ദീൻ പറയുന്നത് സംസ്ഥാനത്ത് പൊതുവെ ശിശുമരണ നിരക്ക് കുറവാണ്. പക്ഷെ അട്ടപ്പാടിയിലെ കണക്ക് 1000-ന് 12 1020 സംസ്ഥാനം മുഴുവൻ 1012 ഈ കണക്കുകളിൽ വാസ്തവമുണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങളെപ്പോലുള്ളവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ ഒരു സാമാന്യവൽക്കരണത്തിന്റെ ഭാഷയിലാണോ? ഇവിടെ ശ്രീ എൻ ഷംസുദ്ദീൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് എന്ന നിലയിൽ കൊണ്ടുപോകേണ്ട ഒരു ചർച്ചയാണ് ഇത് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ പിന്തുണയ്ക്കേണ്ട, ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വമൊക്കെ ഉണ്ടായിരിക്കും. അത് അദ്ദേഹം നിർവഹിക്കട്ടെ. പറഞ്ഞു അവരുടെ എത്തിച്ചേർന്ന കണക്ക് നിങ്ങൾ കേട്ടിട്ടാവും. 5 പേര് മുലപ്പാല് കയറിയിട്ടും 6 പേര്
മെഡിക്കൽ സയൻസിലൊന്നും ചെയ്യാൻ കഴിയാത്ത കാരണങ്ങൾ കൊണ്ടും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഫലത്തിൽ അവിടെ ഒരാൾ പോലും എല്ലാവരും മരിച്ചതിനെ ന്യായീകരിക്കുകയാണ് ഫലത്തിൽ ചെയ്തിട്ടുള്ളത്. ആദ്യം ഭംഗിവാക്ക് എന്ന നിലയിൽ ഒരാളുടെ പോലും മരണം ദുഃഖകരമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു സ്ഥാപിച്ചത് ഇതെല്ലാം ഒഴിവാക്കാൻ കഴിയാത്ത മരണങ്ങളായിരുന്നു, സർക്കാരിനോ മറ്റാർക്കെങ്കിലുമോ ഇത് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണ്. അത് ഹൃദയശൂന്യമായ നിലയിലുള്ള ഉത്തരവാദിത്വം കൈയൊഴിയലാണ്. ശ്രീ ശംസുദ്ദീനോടുള്ള സ്നേഹവും ബഹുമാനമൊക്കെ വെച്ചിട്ട് ഞാൻ പറയട്ടെ, അദ്ദേഹത്തെ പോലുള്ള ആളിൽ നിന്ന് അങ്ങനെ ഒരു ന്യായീകരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ചർച്ചയിൽ. ഇതിനു മുമ്പ് ഞങ്ങളുടെ ചർച്ചയിലുണ്ടായിരുന്നു, അവിടെ പോലും അദ്ദേഹം അങ്ങനെ ന്യായീകരിക്കാൻ മെനക്കെട്ടില്ല. പക്ഷെ പിന്നീട് ഇവിടെ എത്തുമ്പോഴേക്ക് അദ്ദേഹം പച്ചയായിട്ട് ന്യായീകരിക്കുന്നത് വളരെ വളരെ ഖേദകരവും നിർഭാഗ്യകരവുമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. പിന്നെ ഇപ്പൊ ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങിയതിനെ നേട്ടമായിട്ട് നമ്മൾ ചിത്രീകരിക്കുമ്പോൾ അങ്ങനെ തുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. കേരളത്തിൽ അട്ടപ്പാടിയിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ശിശുമരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഗവൺമെന്റിന്റെ ഒരു കഴിഞ്ഞ ഗവൺമെന്റിനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതല്ല, വസ്തുതയാണല്ലോ. നിങ്ങളെല്ലാവരും മാധ്യമരംഗത്ത് അന്നുണ്ട്, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ 2013 ശേഷമാണ് ഇത്തരത്തിലൊരു സാഹചര്യം, ഗുരുതരമായ സാഹചര്യം വന്നത്. അതിനെ നേരിടാൻ വേണ്ടിയാണ് NRC തുടങ്ങേണ്ടി വന്നത്. അതിനു മുമ്പ് NRC തുടങ്ങേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ആലോചിക്കണം. എല്ലാം ഭദ്രമായിട്ടൊന്നല്ല, പക്ഷെ ഇത്തരം ഒരു ഗുരുതരമായ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ NRC തുടങ്ങിയത് അങ്ങനെയാണ്. പിന്നെ ശ്രീ ശംസുദ്ദീൻ ഇവിടെ പറഞ്ഞ 2 കേന്ദ്ര സർക്കാർ പദ്ധതികൾ 2 നടപ്പാക്കുന്നുണ്ടെന്നാ പറഞ്ഞത്, 2 പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളത് ശരി. അപ്പൊ ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ് യോജന അട്ടപ്പാടിയിൽ മാത്രമേ കേരളത്തിൽ നടപ്പാക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ആനുകൂല്യം ഇതുവരെ അട്ടപ്പാടിയിൽ ഒരാൾക്കും കിട്ടിയതായിട്ട് ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലായിട്ടില്ല. ഉണ്ടെങ്കിൽ സർക്കാർ കണക്കുകൾ സഹിതം പുറത്ത് കൊണ്ടുവരട്ടെ, പ്രസിദ്ധീകരിക്കട്ടെ ഇത്ര ആൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. 1. 2 വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതി ജനനി സുരക്ഷാ യോജന. ജനനി സുരക്ഷാ യോജനയുടെയും നടത്തിപ്പ് പൂർണ്ണമായും അവതാളത്തിലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലേക്ക് എത്തിയിട്ടുള്ളതാണ്. അട്ടപ്പാടി പോലെ ട്രൈബൽ മേഖലയിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് കൊടുക്കാം, ഈ സബ്സിഡി തുക കൊടുക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയോജനം യഥാർത്ഥത്തിൽ അവിടെ ബാങ്ക് അക്കൗണ്ടുള്ള ആദിവാസികൾ എത്ര പേരുണ്ടെന്നാ. അപ്പോ അതിൽ കേന്ദ്ര സർക്കാർ ഉത്തരവാദിയാണ്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ UPA ഗവൺമെന്റും ഇപ്പൊ NDA ഗവൺമെന്റും BJP ഗവൺമെന്റും പിന്തുടരുന്ന ഈ നേരിട്ട് പണം നൽകൽ പദ്ധതി, അതിന്റെ ഒരു പരാജയവും അതിന്റെ ദുരന്തവും അട്ടപ്പാടിയിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ 2 കേന്ദ്ര പദ്ധതികളുടെയും നടത്തിപ്പ് അവതാളത്തിലാണ്. ഞാൻ നേരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, ശംസുദ്ദീൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഇവിടേക്ക് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം വരുന്നത് രാഷ്ട്രീയമായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നതല്ല ശംസുദ്ദീൻ. അങ്ങനെ ദയവായിട്ട് ഇക്കാര്യത്തിൽ കാണുന്നത്. നമുക്ക് രാഷ്ട്രീയമായിട്ട് തർക്കിക്കാൻ വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് വസ്തുതകളുടെ മുകളിലാണ് പറയുന്നത്. 150 കോടി രൂപ NRSMന്റെ തുക ഇപ്പോഴും ട്രഷറിയിൽ റിലീസ് ചെയ്യാതെ കിടക്കുക എന്നുള്ളത് ഒരു വസ്തുതയല്ലേ? അത് നിഷേധിക്കാമോ? അതിന്റെ പ്രയാസം NRSM അട്ടപ്പാടിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ലേ? അപ്പൊ ഇത്തരം വസ്തുതകൾ നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്. കേരളത്തിന് കിട്ടിയിട്ടുള്ള വിഹിതം, ആരോഗ്യ മേഖലയ്ക്കുള്ള വിഹിതം 119.8 കോടി വെട്ടിക്കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ ഗവൺമെന്റ്. പുതിയ പ്രപ്പോസൽ NHM നാഷണൽ ഹെൽത്ത് മിഷനിൽ കൊടുത്ത അട്ടപ്പാടിക്ക് കൊടുത്ത പ്രപ്പോസലുകളിൽ ഒന്നുപോലും അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് മാത്രമല്ല, പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ നിസ്സാരമായിട്ടുള്ള വീഴ്ചകളല്ല. അതിനെ നമ്മൾ ഈ കണക്ക് പറഞ്ഞുകൊണ്ട് മരണം ഒഴിവാക്കാനാവാത്തതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി അത്തരമൊരു എക്സ്ട്രീമിലേക്ക്, ഒരു എക്സ്റ്റെന്റിലേക്ക് നമ്മൾ പോകുന്നത് അത് വളരെ വളരെ ഹൃദയഭേദകമാണ്. അത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല.